ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊക്കെയോ ഒരു കുടുംബ പ്രശ്നത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മോൾ ഇങ്ങനെ പറയാണ്. പക്ഷെ പ്രായമുള്ള മോളാ, 10-65 വയസ്സുള്ള ഒരു മോളാ, ഒരു സ്വത്തിന്റെ വിഷയ. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ആ പെൺകുട്ടി പറഞ്ഞു, നിന്റെ വല്യമ്മ പറഞ്ഞ കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾ അങ്ങനത്തോളാ ഓൾ ഇങ്ങനത്തോളാന്ന്. ഞാൻ ചോദിച്ചു, വല്യമ്മ പേടിയാ? മണ്ണിന്റെ അടിയിലാ? വല്യമ്മ മണ്ണിന്റെ അടിയിലാ. എന്നാൽ പറഞ്ഞ വർത്താൻ എപ്പോഴും മക്കളെ നാവുമലുണ്ടെങ്കിലേ വല്യമ്മ മണ്ണ് കിടക്കലുണ്ടാവും. തോതങ്ങനെ വരുന്നുണ്ട് മണ്ണിന്റെ അടിയിലേക്ക്. മരിച്ചാലും കിട്ടുന്ന കുറ്റാണ്. എത്ര കാലം ഈ ലോകത്ത് ആ വാർത്ത ചുറ്റുന്നുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, കോഴിക്കോട് ഒരു മഹല്ലിൽ വെച്ചിട്ട് രാത്രി ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് കുറെ ആൾ തച്ചു. സദാചാരം എന്നാ പറയുന്നത്, അള്ളാഹു ആലം. ഈ സദാചാരം തന്നെ കുശുമ്പുമെന്നും അസൂയമൊന്നും ഉണ്ടാകുന്നതാ. ഞാനൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അന്യ നാട്ടുകാരൻ ഇവിടെ വരിക, എന്നാ പിന്നെ അവനെ പിടിച്ചൊന്നും തല്ലണല്ലോ. നല്ല ഉദ്ദേശമാണെങ്കിൽ ആരും അറിയാണ്ടൊന്ന് പരിഹരിച്ചിട്ട് ഇത് ശരിയല്ലോ, ഓളെ രണ്ടാളെയും കുടുംബം ഒന്നും ആയി പോയരുത്. അങ്ങനെ പരിഹരിക്കാനല്ല, അത് വീഡിയോ എടുക്കണം, 4 ആൾ അറിയിക്കണം, നാട് മൊത്തം നാറ്റിക്കണം. എന്നിട്ട് അവസാനം എന്താ ഇനി വന്ന് തീരാന്ന് ചോദിച്ചാൽ അത് നശിപ്പിച്ച് അള്ള പൊറുക്കാൻ റെഡിയാണെങ്കിലും പടപ്പിള് പൊറുക്കൂല. അതപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ഫിത്തിന. പടച്ചോൻ പൊറുത്തിട്ടുണ്ടാവും, പടപ്പിള് പൊറുക്കൂല. തിന്ന് കൊല വിളിക്കും പച്ചയിറച്ചി. അതിനുള്ളതാ സോഷ്യൽ മീഡിയ, അതിനുള്ളതാ അന്നൊക്കെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ. അപ്പൊ അന്നത് വീഡിയോ എടുത്തിട്ട് ഓനെ തല്ലുന്നതും അവസാനം തല്ല് കിട്ടി ചോരയൊലിച്ച് മരത്തുമ്മ പിടിച്ച് കെട്ടിയിട്ടതൊക്കെ വീഡിയോ ആക്കിയിട്ടന്ന് പ്രചരിപ്പിച്ചു. ആ പ്രചരിപ്പിച്ച വ്യക്തികളിൽപ്പെട്ട ഒരു വ്യക്തി ആ സംഭവത്തിന്റെ 3 കൊല്ലങ്ങൾക്ക് ശേഷം മുക്കത്ത് വെച്ചിട്ടൊരു ടിപ്പർ അപകടത്തിൽ മരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനാ. ഓൻ മരിച്ചിട്ട് ഇന്നേക്ക് 7 കൊല്ലായി. ആ സംഭവം നടന്നിട്ട് 10 കൊല്ലായി. ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അതേ വീഡിയോ വീണ്ടും എനിക്ക് വന്നിട്ടുണ്ട്. ആ മരിച്ച വ്യക്തിന്റെ പേരുണ്ട്, പക്ഷെ ഓൻ മരിച്ച് മണ്ണിന്റെ അടിയില. ആ പോസ്റ്റ് ഇട്ടോ ഒന്ന് മണ്ണിന്റെ അടിയില. പക്ഷെ ആ ഫേസ്ബുക്കിൽ നിന്ന് നേരെ എനിക്ക് വന്നു 1 ഇയർ അപ്ഡേഷൻ. ഓന്റെ എങ്ങനെ വരും? നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യർ, ഒരു വാക്കിന്റെ വിലയൊക്കെ എത്രത്തോളം ഉണ്ടെന്നും എത്രമാത്രം നമ്മളെ അത് തിരിഞ്ഞുകുത്തുന്നുള്ളതൊന്നും ഇപ്പൊ അറിയൂല. പാപ്പരായി പടച്ചോന്റെ മുൻപിൽ നിൽക്കുമ്പോഴേ അറിയൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതാ, ഈഗോ. മനുഷ്യന്റെ വാശി, പക, അഹങ്കാരം, ഇത് കൊണ്ടച്ച് നടക്കുക എല്ലാവരും. ഫുള്ള് പാരകളാ, ഫുള്ള് അസൂയക്കാരാ. ഇപ്പൊ ആർക്കും നമ്മൾ നന്നായാ മതി, മറ്റുള്ളവൻ അസൂയ ഉണ്ടാവാൻ. ഞാൻ ഇപ്പൊ നാളെ രാവിലെ മുതൽ സുബീക്ക് ഇതുവരെ പോകാത്തവൻ ഒന്ന് സുബീക്ക് 4 ദിവസം അടുപ്പിച്ച് പോയി നോക്കേണ്ടി. ആൾക്കാരെന്താ പറയാന്നറിയോ? എന്തോ ഉണ്ടിട്ടോ, ഒരുത്തൻ നന്നാന്ന് താല്പര്യമല്ല, അപ്പോഴേക്ക് വേറുണ്ടാക്കി പറയും. ഇനി അഥവാ ഗൾഫ് പോയിട്ട് 4 കൊല്ലം നിന്ന് തിരിച്ചു വന്ന് ഉള്ള ആ ഒരു ചെറിയ കൂരൊന്ന് തട്ടിപ്പൊളിച്ചിട്ട് ഒരു ചെറിയൊരു 1000 സ്ക്വയർ ഫീറ്റിന്റെ കൂരക്ക് വേണ്ടിയിട്ട് തറടാൻ തുടങ്ങിയ നാട്ടിലുണ്ട് കുറെ കറക്കമ്പനി. എന്താ പറയാ? അറബീനെ മുക്കി പോകുന്നതാട്ടോ, അല്ലാണ്ട് ഇത്ര വട്ടൊന്നും നോനാവൂല. ഒരു ബസ് കയറിയിട്ട് ഒരു പെണ്ണിനോട് മിണ്ടിയ അത് അവിഹിതം. കണ്ടക്ടറിന്റെ പൈസ തിരിച്ചു പുറത്തേക്ക് ഇട്ടുകൊടുത്ത അത് അവിഹിതം. ഏതെങ്കിലും ഒന്ന് ഒരുത്തനൊരുത്തിയോടി മിണ്ടിക്കഴിഞ്ഞാൽ അത് അവിഹിതം. ഏതേ കുട്ടിയെ കോഴിക്കുട്ടികളെ മാതിരിയാ പോറ്റി ഓടുന്നത് കാണാ. പണ്ടൊക്കെ അത് കല്യാണ വീട്ടിൽ പറഞ്ഞു വരത്തലാണെങ്കിൽ ഇപ്പൊ അത് നേരെ എഴുതി വിടല. ആലോചിച്ചോളി മനുഷ്യരെ, ആലോചിച്ചോളിങ്ങള്. ഖബറിലെത്തുന്നത് വരെ ഇതൊക്കെ ഉണ്ടാവും. ഖബറിലെത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ അങ്ങോട്ട് തിരിച്ചു വരും. നമ്മുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ നിസ്കരിക്കലും നോമ്പൊലിക്കലും അല്ല. ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. എല്ലാവരും നോക്കിയിട്ട് ഇങ്ങനെ പറയും നല്ല ദീനി കുടുംബാട്ടോ. എന്താ, വാപ്പ പള്ളിക്കും പോലുണ്ട്, ഉമ്മ ഖുർആൻ ക്ലാസ്സിനും ഉണ്ട്. പക്ഷെ പൊരയിലെ മരുവൊക്കെ ഒരു സൊയ്യ ഉണ്ടാവില്ല. അല്ലെ, ഓന്റെ വീട്ടിൽ നോക്കിയിട്ട് പറയും നല്ല വാപ്പയാണ്, നല്ല അമ്മയാണ്, മൂപ്പര് പള്ളി കമ്മിറ്റിയിലുണ്ട്, 30 നാട്ടിലെ MGM ഉണ്ട്, അല്ലെ പെണ്ണുങ്ങളെ കമ്മിറ്റിയിലും ഉണ്ട്. ഓനോ കെട്ടി അന്ന് മുതൽ ആ കുട്ടി അനുഭവിച്ചു തുടങ്ങിയിരിക്കും ഓന്റെ സ്വഭാവക്കേട്. ഒരു മനുഷ്യന്റെ ദീന് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതെന്താണെന്നറിയോ? ഒരു മുസ്ലിമിന്റെ ദീന് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കല. ഒരു മുസ്ലിമിന്റെ ദീന് എന്ന് പറഞ്ഞാൽ അവൻ കാരണം മറ്റൊരാളെ വേദനിക്കാതിരിക്കലും വേദനിപ്പിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ പ്രാർത്ഥന അവന്റെ നേരെ വരാതിരിക്കലും ആ ദീന്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അല്ലാഹുവിന്റെ ഹബീബ് നബി തങ്ങൾ വെറുതെ പറഞ്ഞല്ല. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന, മറ്റൊരു മുസ്ലിമിന്റെ അടുത്ത് രക്ഷപ്പെട്ടോനാ. അവന്റെ നാവുമെന്നും അവന്റെ കൈമൊന്നും രക്ഷപ്പെട്ടോനാ. ഒരു ഇസ്ലാമിന്റെ ദീനാണത്. നമ്മൾ കാരണം ഒരാളും വേദനിക്കാതിരിക്കുക. ഞാൻ പറയാറുണ്ട്, ചില പള്ളിയിലൊക്കെ മയ്യത്തുസ്കാരത്തിന് ആളുകൂടുന്നത് കണ്ടിട്ട് ചില ആൾക്കാർ പോരിശ പറയും, എമ്മാതിരി മയ്യത്തുസ്കാര, മമ്പാടങ്ങനെ ഒരു നിസ്കാരം മുമ്പൊന്നും ഉണ്ടായിട്ടില്ലട്ടോ. മണ്ണിന്റെ അടി കൊണ്ടുവെക്കുമ്പോ സ്വൈര്യവും സമാധാനത്തിലും പടച്ചോന്റെ 6 അടി മണ്ണിൽ ആ പള്ളിക്കാട്ട് കിടക്കണമെങ്കിലേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം, ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം, ഒരാളെ ജീവിതത്തിലും ഒരു സങ്കടം ഉണ്ടാക്കാതെ ജീവിക്കണം.
ഏത് ബന്ധങ്ങളും മനോഹരമാകുന്നത് അതിൽ സ്നേഹം കൊടുക്കുമ്പോഴാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ നിക്കാഹത്ത് പറയും ആണിനോട് പറയും നീ മുഹമ്മദ് നബീന്റെ മാതിരിയാവണം, പെണ്ണിനോട് അറിയും നീ ഖദീജ ബീവിന്റെ മാതിരിയാവണം. ആദ്യം അതല്ല പറയണ്ടേ, പൊരേലന്മാരോട് പറഞ്ഞു കൊടുക്കണം, ദീന് എന്ന് പറഞ്ഞാൽ പൊരേലന്മാർക്കും ഉണ്ടാവണം. അല്ലാണ്ട് കെട്ടുന്ന ആണിനും പെണ്ണിനും മാത്രം ഉണ്ടായാൽ പോരാ. കയറി വരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളായിട്ട് ഒരു ഉമ്മാക്ക് കാണാൻ പറ്റണം. ആ പെൺകുട്ടി ഒരിക്കലും എന്റെ പൊരയിൽ വെച്ച് സങ്കടപ്പെടൂലെന്നും, എന്റെ മോളെ കൊണ്ടോ എന്റെ മോനെ കൊണ്ടോ എന്റെ പിയാപ്പളനെ കൊണ്ടോ എന്റെ ഭാര്യനെ കൊണ്ടോ എന്റെ പെൺകുട്ടികളെ കൊണ്ടോ എന്നെ കൊണ്ടോ ആ കുട്ടി ഒരിക്കലും ഈ പൊരന്റെ ഉള്ളിൽ വെച്ച് സങ്കടപ്പെടൂലെന്നും ഒരു വാപ്പക്കും ഉമ്മക്കും അള്ളാനെ സാക്ഷിയിട്ടിട്ട് പറയാൻ പറ്റിയാൽ അത് ദീനുള്ള കുടുംബ. അല്ലാണ്ട് നാട്ടിലെല്ലാ ഖുർആൻ ക്ലാസ്സിനും പോലും മാത്രമല്ല ദീനുള്ള കുടുംബമുള്ള ഐഡിയ. കൈപിടിച്ചെടുക്കുന്ന വാപ്പാക്കും പറയാൻ പറ്റണം, മോനെ സവ്വജതുക വ അൻകഹതുക അമറല്ലാ, പടച്ചോ എന്നോട് പറഞ്ഞു എനിക്ക് കുടുംബം ഉണ്ടാക്കാൻ എന്റെ മോളെ തരാൻ, ഞാനിത് എനിക്ക് വാക്ക് തരിക. സവ്വജതുക, നിന്റെ മകളെ കൊണ്ട് എന്റെ കുടുംബം നശിക്കൂല, നിന്റെ മകളെ കൊണ്ട് ഇനി കരയൂല, നിന്റെ മകളെ കൊണ്ട് എന്റെ കുടുംബത്തിൽ ഒരു രാത്രി പോലും ഇനി സമാധാനമല്ലാണ്ട് കടന്നുറങ്ങേണ്ടി വരൂല. അമറല്ലാ, പടച്ചോൻ എന്നോട് പറഞ്ഞതാ എന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന് തസ്കുനു ഇലൈഹ, നിന്റെ മോളെ എനിക്ക് തരണമെന്ന്. അത് ആർജവത്തോടെ പിയാപ്പന്റെ കൈ പിടിച്ചിട്ട് വാപ്പാർക്ക് പറയാൻ പറ്റണം. അത് സ്വന്തം മക്കൾ ആ രീതിയിൽ ഒരുക്കണം. ഇതാ കുടുംബം. അല്ലാണ്ട് കുടുംബത്തിൽ ഓന് ദീനുണ്ട്, ഓൻ നല്ല ദീനുണ്ട്, വാപ്പക്കും ഉമ്മക്കും ഉണ്ടാവില്ല. ഒക്കെ ദീനുണ്ട്, ഒക്കെ വലിയ ദീനുണ്ട്, വാപ്പക്കും ഉമ്മക്കും ഉണ്ടാവും. കുടുംബത്തിൽ എല്ലാവർക്കും ദീനുണ്ടെങ്കിലേ കുടുംബം മനോഹരാവും. ഓരോരുത്തർക്കും പടച്ചോൻ ഏൽപ്പിച്ചു തന്ന എല്ലാ ബന്ധങ്ങളെയും മനോഹരാക്കുക. ഞാൻ പറയാറുണ്ട്, ബന്ധങ്ങളെയൊക്കെ ഒരു വലുപ്പറിയണമെങ്കിൽ 4 ദിവസം മെഡിക്കൽ കോളേജിൽ കിടക്കണം. 4 ദിവസം വേണ്ട. പരിശോധിച്ച പരിശോധനയെ തിരിഞ്ഞു എന്ത് പെട്ടെന്ന് ഡയാലിസിസ് തുടങ്ങണം. കിട്ടിയത് മെഡിക്കൽ കോളേജിൽ പുലർച്ചെ 1:30-ന്റെയും 4:00-ന്റെയും ഇടക്ക, അല്ലെ കിട്ടിയത് ആ സമയത്താ. ഒരു 3 മാസം മക്കളൊക്കെ എങ്ങനെങ്കിലുമൊക്കെ നട്ടപ്പാതിരിക്ക് എണീറ്റ് പോരും. പിന്നെ ചോദിക്കാൻ തുടങ്ങും, അല്ലേ അമ്മായിക്കൊരു മോനില്ലായിരുന്നു, ആ ഓനെ കിട്ടിയേക്ക് ഒരു രാത്രി പോയ. ബന്ധങ്ങളുടെ വിലയറിയുന്നത് പലതും നഷ്ടപ്പെടുമ്പോഴാ. അതുകൊണ്ട് ആലോചിക്കണം, ഏത് ബന്ധവും പടച്ചോൻ തന്നതാണെന്നും ആ ബന്ധങ്ങളെയൊക്കെ ഇനി ചിലർക്കൊരു ധാരണ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ബന്ധങ്ങളൊക്കെ ഇവിടെ അങ്ങനെ പിണങ്ങി കുറെ നടന്ന് തമ്മിൽ വീറും വാശിയൊക്കെ കാണിച്ച് അതങ്ങനെ കേട്ടെ, ഈ വേറെന്തുണ്ടെങ്കിൽ പറയും, ഈ മരിച്ചാ പോലും മയ്യത്തോനെ കാണിക്കരുത്, ഇവിടെ തീർന്ന് ഇനി അങ്ങോട്ടുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ജയാന്നാ. ഇത് മരിച്ചു കഴിഞ്ഞ് എങ്ങനെങ്കിലും പൊരുത്തപ്പെട്ടിട്ടോ? മദീന മിമ്പറിൽ നിന്ന് ഖുതുബ പറഞ്ഞിറങ്ങുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, റസൂലേ, ഒരാൾക്ക് നോമ്പ് കടണ്ട്, ആ കുറ്റം കബറിന് കിട്ടാണ്ടിരിക്കാൻ ആ വ്യക്തിക്ക് എന്ത് ചെയ്തു കൊടുക്കണം? ഹബീബായ നബി തങ്ങൾ തിരിച്ചു പറഞ്ഞു, നിങ്ങളൊരു സാധുവിനെ നോമ്പ് ഉറപ്പിക്കണം. ഒരാൾക്ക് നോമ്പ് ഉറക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കണം, എങ്കിൽ അത് പരിഹരിക്കപ്പെടും. അത് ഫിദിയ. വേറൊരു സ്വഹാബി ചോദിച്ചു, റസൂലേ, എന്റെ അമ്മ നേർച്ച ചെയ്തു, പക്ഷെ നേർച്ച വീട്ടാൻ പറ്റിയില്ല, മരിച്ചുപോയി. അപ്പൊ ചെയ്ത നേർച്ച അത് വീട്ടിയിട്ടില്ലെങ്കിൽ കുറ്റാണല്ലോ, അതിന് പകരം ഫിദിയ എന്താ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെ 10 സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കണം, അല്ലെ 3 ദിവസം നോമ്പനുഷ്ഠിക്കണം, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം. ഇത് കേട്ടപ്പോ മറ്റൊരു സ്വഹാബി ചോദിച്ചു, റസൂലേ, ഒരാൾ കുടുംബത്തിൽ പിണങ്ങി മരിച്ചുപോയി, അയാൾ അങ്ങോട്ട് പിണങ്ങി അല്ലെങ്കിൽ അയാളോട് ഇങ്ങോട്ട് പിണങ്ങി പൊരുത്തൊന്നും വാങ്ങാണ്ട് മരിച്ചുപോയി. വാശിയും പകയും മനസ്സിൽ വെച്ചിട്ട് അയാൾ നന്നാവാതെ മരിച്ചു. ആ മരിച്ച വ്യക്തിക്ക് കബറിലേക്ക് ആ ശിക്ഷ ബാധിക്കാതിരിക്കാൻ, അയാൾ ചെയ്ത അമല് അയാൾക്ക് തന്നെ കിട്ടാൻ, അയാളെ നിസ്കാരവും നോമ്പൊക്കെ അയാൾക്ക് തന്നെ ഉപകാരപ്പെടാൻ, ആ കുറ്റം പരിഹരിക്കപ്പെടാൻ എന്ത് ചെയ്തു കൊടുക്കണം റസൂലേ? അള്ളാന്റെ ഹബീബ നബി തങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ മയ്യത്ത് സ്കരിക്കുമ്പോൾ വാപ്പാക്ക് വേണ്ടി കാടടക്കി ഒരു പൊരുത്തങ്ങ് വാങ്ങിക്കോളിന്നാ? അല്ലെ വാപ്പാന്റെ പേരിൽ നിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തോളൂന്നാ? അല്ലെ ഉമ്മാന്റെ പേരിൽ നിങ്ങൾ ഒരു 100 ഹജ്ജ് ചെയ്തോളൂന്നാ? അല്ലെ നിങ്ങൾ പള്ളിക്ക് ഒരു 100 ആക്ക് സിമന്റ് കൊടുക്കണമെന്നാ? യത്തീംഖാനക്ക് നിങ്ങൾ ഒരു കൊല്ലം ഭക്ഷണം കൊടുക്കണമെന്നാ? അല്ല. ലാ യമീന ഫീ ഖതീഅത്തു റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചവർക്ക് ഒരു ഫിദിയയില്ല, ഒരു ഫിദിയയില്ല. എന്ത് ചെയ്തു കൊടുത്താലും ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് പൊരുത്തപ്പെടാണ്ടാ മരിച്ചതെങ്കിൽ അത് കിട്ടൂല. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയറാ. പക്ഷെ സലാം വിട്ട് എഴുന്നേറ്റോ മോനെ നോക്കൂല, ഓനെയും നോക്കൂല. ഓലാപ്പോ 1-ാമത്തെ സഫിൽ 1-ാമത്തെ റക്അത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതെങ്കിൽ ആരെ കാണിക്കാനായി ഈ അഭിനയൊക്കെ? എന്തിനാ ഈ വേഷം കെട്ടലൊക്കെ? മനസ്സ് തുറന്നങ്ങ് പൊരുത്തപ്പെട്ടേക്കണം. നമ്മളെ വേദനിപ്പിച്ചവൻ, നമ്മളെ സങ്കടപ്പെടുത്തിയവൻ, നമ്മളെ കുറ്റപ്പെടുത്തിയവൻ, പച്ചക്ക് നമ്മളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു നടന്നവൻ, എന്നാലും അമല്ലാഹു ബി ഗാഫിലിൻ, ഞാൻ അള്ളാനെ ഏൽപ്പിച്ചു, അള്ള കണക്ക് വെക്കുന്ന മാതിരി എനിക്ക് നോക്കാനാവൂല, പടച്ചോൻ കൊടുത്തോട്ടെ, ഞാൻ വിട്ടുകൊടുത്തു, ഞാൻ സബൂറാക്കി. അതുകൊണ്ടാണല്ലോ കറുത്തവളുടെ മകനെ എന്ന് ബിലാലിനെ അമ്മാർ റളിയല്ലാഹു വിളിച്ചു, അബൂദർ റളിയല്ലാഹു വിളിച്ചു. അബൂദർ റളിയല്ലാഹുവിനെ അബദ്ധത്തിൽ വിളിച്ചു. ഏതാ? ബിലാൽ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ കറുത്തവളുടെ മകനെ എന്ന് പറഞ്ഞു പോയപ്പോഴേക്കും
അബൂദറിന് തെറ്റ് ബോധ്യപ്പെട്ടു. അദ്ദേഹം കരയാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് പറഞ്ഞു, ബിലാൽ, താങ്കൾ ഇന്നെ തിരിച്ചു വിളിച്ചോ? എന്റെ വാപ്പാനെ വിളിച്ചോ? ബിലാൽ റളിയല്ലാഹു അൻഹു, ഞാൻ വിളിക്കൂല. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കണ്ണീരോട് ഓടിച്ചെന്നിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ എന്റെ കവിള് മണലിങ്ങനെ ചെരിച്ചു കിടക്ക. അബൂദർ കവിളിങ്ങനെ ചെരിച്ചു കിടക്കുമ്പോ ബിലാലിന്റെ കാലുകൊണ്ട് അബൂദറിന്റെ കവിളത്ത് ചവിട്ടി താഴ്ത്താൻ പറയണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല അബൂദറേ, താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല റസൂലേ, എനിക്ക് അബൂദറിനോടൊന്നുമില്ല. അത്രക്കായിരുന്നു അവര് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളിൽ ഇന്ന് ഏറ്റവും മനോഹരമായ ഒരു ബന്ധമാണ് നമ്മളൊക്കെ പറയുന്ന മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം. ഒരു കാലത്ത് നമ്മൾ കാണാൻ കാത്തിരുന്ന മുഖങ്ങളായിരുന്നു നമ്മളെ മാതാപിതാക്കള്, അല്ലേ? ഏതൊരു കല്യാണ വീട്ടിൽ പോയാലും എവിടെ സ്കൂൾ വിട്ടു വന്നാലും ഉമ്മാന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിൽ, വാപ്പനെ രാത്രി കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പെടച്ചിലായിരുന്നു നെഞ്ചിന്റെ ഉള്ളില്. അതുകൊണ്ട് തന്നെ ആ പല ഉമ്മാന്റെ മാറും വാപ്പാന്റെ തോളും നമ്മളെ കൊട്ടാരായിരുന്നു. എത്രയോ കിടന്നിട്ടുണ്ട്, എത്രയോ കുടിച്ചിട്ടുണ്ട്, എത്രയോ ഇരുന്ന് മൂത്രയിച്ചിട്ടുണ്ട്, എത്രയോ തവണ നമ്മൾ ആ കവിളുകളിലേക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അറിവില്ലാത്ത പ്രായത്തിൽ വേദനിപ്പിച്ച വേദനകളിൽ പലതും അവർ ക്ഷമിച്ചിട്ടുണ്ട്, അവർ സുബൂറാക്കിയിട്ടുണ്ട്. എന്തൊക്കെ സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മക്കൾക്കൊരു ക്ഷീണവും വരുത്താതെ അവർ പോറ്റിക്കൊണ്ടോന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? നമ്മൾ തന്നെ അവരൊരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളതേ ആരെയും മുഖത്ത് നോക്കി പറയണ്ട. ഒന്ന് കണ്ണാടിന്റെ മുമ്പ് ചെന്നിട്ട് പറഞ്ഞാൽ മതി, എന്റെ വാപ്പയും എനിക്ക് ഒരു കുറവും തന്നിട്ടില്ല എന്ന്. ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഭക്ഷണം കൊണ്ടും അവരൊരു പോരാളികളായിരുന്നു. നമ്മളുടെ ചെറുപ്പകാലഘട്ടത്തിൽ കാത്തിരുന്നിട്ടുണ്ട് ഉമ്മാനെ ഒന്ന് കാണാൻ. കല്യാണ വീട്ടിൽ ഒരാളെ കൈമാറി കൊടുക്കുമ്പോഴേക്കും ഉമ്മാന്റെ മുഖം കാണുമ്പം കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രകാശമുണ്ട്, വാപ്പനെ കാണുമ്പം കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരിയുണ്ട്. സ്കൂളിൽ ഏതെങ്കിലും ഒരു കലോത്സവത്തിന്റെ മുൻഭാഗത്ത് ഉമ്മനെ കാണുമ്പം കുട്ടിക്കുണ്ടാകുന്ന ഒരു നെടുവീർപ്പുണ്ട്, ആശ്വാസമുണ്ട്. കാത്തിരുന്നിട്ടുണ്ട് ഞാനുങ്ങളൊക്കെ ഉമ്മനെയും വാപ്പനെയും കാണാൻ, അവരെ മാറത്തൊന്ന് പറ്റിക്കിടക്കാൻ, അവരുടെ തോളത്തൊന്ന് അണഞ്ഞൂട്ടിക്കിടക്കാൻ, അവരുടെ പോരാളികളിൽ നിന്ന് ആശ്വാസവും സന്തോഷവും അനുഭവിക്കാൻ. അല്ലേ? നമ്മളൊക്കെ പറയാറുണ്ട്, പോക്കറ്റ് നിറയെ പൈസ ഉണ്ടെങ്കിലും അതുകൊണ്ട് സ്വന്തം സ്വപ്നം കാണാത്ത ഒരൊറ്റ മനുഷ്യനെ ഈ ലോകത്തുള്ളൂ. ആണുങ്ങള്, വാപ്പാര് നിറച്ചും പൈസ ഉണ്ട്. ഞാൻ പറയാറുണ്ട്, ചില വാപ്പാരൊക്കെ പോക്കറ്റിൽ ഇങ്ങനെ കാണാം, നിറച്ചും പൈസ ഉണ്ടാകും, പക്ഷെ അയാൾ അതുകൊണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. കാരണം ആ പൈസ കൊണ്ട് അയാൾ സ്വപ്നം കണ്ടത് മക്കൾക്കും കുടുംബത്തിനുമാണ്, ഉമ്മാരെങ്ങക്കും കൂടി വേണ്ടിയിട്ടാ. ഒരാളൊരിക്കലും അവന്റെ ആവശ്യത്തിന് വേണ്ടി സ്വയം സ്വപ്നം കണ്ടിട്ടില്ല. ഇന്ന് പിന്നെ ലിബറലിസം തലക്ക് പിടിച്ച മക്കളൊക്കെ കുടുംബത്തിൽ പെണ്ണുങ്ങളെക്കാളും കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുത്ത് ആകെ കിട്ടുന്ന 10 ദിവസവും യാത്ര ചെയ്ത് നശിപ്പിക്കുക. അതല്ല, ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ അങ്ങേയറ്റം നമ്മളെ സ്നേഹിച്ച മാതാപിതാക്കള്. ഈ അടുത്ത ദിവസം എനിക്ക് വല്ലാതെ മനസ്സിന് വേദനിപ്പിക്കുന്നൊരു അനുഭവം, ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി. ഒരു ഉമ്മാക്ക് പെൻഷൻ കിട്ടും സർക്കാരിന്റെ. ആ പെൻഷന് കഴിഞ്ഞ 12 കൊല്ലത്തിലധികമായിട്ട് ആ ഉമ്മ അവനെന്നെയാ കൊടുക്കുന്നത്. അമ്മ കൊടുക്കുന്നത്. 2 പെൺകുട്ടികളും ഒരു മോനുമാണുള്ളത്. അവസാനം അമ്മ മരിച്ചു എന്ന് കേട്ടു. ഉമ്മ മരിച്ചത് എങ്ങനെയാന്ന് വെച്ചപ്പോ പറഞ്ഞു, ശ്വാസം മുട്ടി മരിച്ചതാ. ശ്വാസം മുട്ടി മരിക്കാനുള്ള കാരണം ആ ഉമ്മാക്ക് ശ്വാസം മുട്ടലിന്റെ അസുഖമുണ്ട്, കാണിക്കണം എന്നൊക്കെ പല തവണ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊന്നും എന്നെ കൊണ്ടുപോകടോ, എനിക്ക് ശ്വാസം എടുക്കാനാവുന്നില്ല എന്നൊക്കെ. പക്ഷേ ഓൻ കാത്തുന്നു. എന്തിന്? താത്താര് മൂത്തോട് തരട്ടെ പൈസ, അത് ഞാൻ തന്നെയല്ലേ കൊണ്ടടക്കുന്നത്. 12 കൊല്ലത്തെ ഉമ്മാന്റെ പെൻഷന്റെ പൈസ കൈമല് വാങ്ങി തിന്നിട്ടും ഒരു ഉമ്മാനെ ശ്വാസം മുട്ടിച്ച് പറഞ്ഞേക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലേ എഴുതി വെച്ചോളിങ്ങള്. സ്വന്തം പൊരന്റുള്ളിൽ ഒരു വാപ്പയുമ്മയും നെഞ്ചുപൊട്ടി കലങ്ങിയ കണ്ണുമായിട്ടാണ് പടച്ചോന്റെ മണ്ണുക്ക് പോയതെങ്കിൽ അത് മക്കളായാലും മരുക്കളായാലും എഴുതി വെച്ചോളിങ്ങള്. പടച്ചോൻ അത് വെറുതെ തരൂല. അങ്ങേയറ്റം സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കൂനുമ കുരുപോലെ പടച്ചോൻ നമ്മളെ പരീക്ഷിക്കും. ഇപ്പൊ പരീക്ഷിച്ചാൽ ചിലപ്പോ നമുക്ക് പിടിച്ചിക്കാൻ പറ്റും. മുതലുണ്ട്, പൈസയുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നുമില്ലാത്തൊരു കാലം പടച്ചോൻ നമ്മളെ വിടൂല. അത് അള്ള പറഞ്ഞൊരു വാക്കാ. ആരാന്റെ പൈസ ഒക്കെ കട്ടെടുത്തിട്ട് അവനാന്റെ ഇങ്ങനെ വീർത്ത് മുതലുണ്ടാക്കുമ്പോ ആൾക്കാരെന്താ വിചാരിക്കുക? ഓൻ കള്ളത്തരം തന്നെ കാണിച്ചിട്ടും കുറെ അതുണ്ടാകുന്നതാണ്. ആൾക്കാർക്ക് അതാ സങ്കടം. ഏടാ പടച്ചോൻ ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയിട്ട് ഓൻ വലുതാകുന്നത് കണ്ടോ? പടച്ചോനെ പേടിച്ചിട്ട് ഒരു സാധു കച്ചവടം തുടങ്ങി ഓൻ പൊളിഞ്ഞു പോവുകയും ചെയ്ത്. മറ്റോനതാ വളരുന്ന അള്ള ഉണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെയാ. കാരണം ഉണ്ടെങ്കിൽ അടച്ചൊപ്പം കൊടുക്കേണ്ടവന് ശിക്ഷ ഇല്ല. വീർത്ത് ഓനൊരു നഷ്ടത്തിന്റെ തുടക്കം അള്ള തുടങ്ങുമ്പോ ഓന്റെ മുതല് ഹക്കായതൂടി പടച്ചോൻ അങ്ങ് കൊണ്ടുപോയിക്കാണു. ഓൻ 10 കോടി കട്ടു, അതിൽ 1 കോടി ഓന്റെതാ, ഹലാലായ നിലക്കുള്ളതാ. പടച്ചോൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അള്ള 9 അല്ല കൊണ്ടുപോവുക, 10 കൂടി പടച്ചോൻ കൊണ്ടുപോയിക്കാണു.
എന്നാ ചെയ്തതിന് അപ്പം തന്നെ പഠിച്ചോണ്ട് 1 കോടി 2 കോടിയിട്ട് കൊണ്ടുപോയില്ലെങ്കിലോ ഓൻ പറയും ഇതിപ്പോ പിടിച്ചിക്കാനുള്ളതേ ഉള്ളൂ എന്ന്. ഒന്നുമില്ലാത്തൊരു സമയത്ത് എല്ലാം കൂടി പടച്ചോ നശിപ്പിച്ചാളൂ.